നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ രാവിലെ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ ചെന്ന് ബില്ല് വെച്ച് കഴിഞ്ഞ് പറഞ്ഞു, സാറേ ബില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, 1 മിനിറ്റ് ഇപ്പം തരാമെന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ വന്ന് ഗോവർദ്ധനോട് പറഞ്ഞു, സാധനങ്ങളൊക്കെ കാറിനകത്തേക്ക് എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, ബാലേട്ട ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അതെ, ബില്ല് റെഡി ആയിക്കൊണ്ടിരിക്കും, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ പെൺകുട്ടി കൊണ്ടുവന്ന് ബില്ല് കൊടുത്തു. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിച്ചു, സാറ് ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒരു നിമിഷം ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി. അല്ല സാറേ, ഈ ഹോട്ടൽ റൂം എടുത്തിട്ട് നിങ്ങൾ ഹാപ്പി ആയിരുന്നോ? അതുകൊണ്ട് ചോദിച്ചാ, അങ്ങനെയാണെങ്കിൽ ഒരു റിവ്യൂ ഇടാവോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ബാലേന്ദ്രൻ ഗോവർദ്ധനോട് ചോദിച്ചു, ഗോവർദ്ധന നീ ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിച്ചു. ഗോവർദ്ധന പറഞ്ഞു, അതെ, എങ്കിയൊരു കാര്യം ചെയ്യാം, പോയി ഒരു റിവ്യൂ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ്റെ ചിരിയൊക്കെ ചിരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. താൻ കാറിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണേ. ബാലേന്ദ്രൻ പോയി കാറിലിരുന്നു. ഈ സമയത്ത് ഗോവർദ്ധൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആ ഹോട്ടലിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഗോവർദ്ധനം വന്ന് കാറിലേക്ക് കയറി അവരങ്ങനെ പോകുന്ന സമയത്ത് ഗോവർദ്ധനം പറഞ്ഞു, ഞാനൊട്ട് ഹാപ്പി ആയിരുന്നില്ല. ഹാപ്പി ആയിരുന്നില്ലേ? അതെന്താ ഹാപ്പി ആവാതിരുന്നേ? അതെ, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ഇന്നലെ ബാലേട്ടൻ പറഞ്ഞത്. അതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു ബോംബായിട്ട് അതെന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതാണോ എൻ്റെ ഗോവർദ്ധന? അത് ഞാൻ ഇന്നലെ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശയോ? അതെ ബാലേട്ടൻ തമാശ പറഞ്ഞല്ലെന്ന് എനിക്കറിയാം. പിന്നെ ആര് പറഞ്ഞു? ഞാൻ ഇതിനു മുമ്പ് നിന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എല്ലാവരോടും ഒരു ആംഗ്ലോന്ത്യൻ സ്ത്രീയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വെറുതെ ഒരു കെട്ടുകഥയായിരുന്നില്ലേ? അതുപോലെ ഒരു കെട്ടുകഥയായിരുന്നു. അലീനയുടെ കഥ ഒരു കെട്ടുകഥയായിരുന്നു. ഇല്ല ബാലേട്ട, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഇത് ബാലേട്ടൻ കെട്ടുകഥ പറഞ്ഞല്ല. അല്ലേടോ, ഞാനൊരു കെട്ടുകഥ പറഞ്ഞു തന്നെയാ. ഇത് നീ വിശ്വസിക്കൊന്നും വേണ്ട. അല്ല, ഇന്നലെ നീ മദ്യപിച്ചിരുന്നോന്ന് ചോദിച്ചു ഗോവർദ്ധനോട്. ഗോവർദ്ധൻ പറഞ്ഞു, എവിടെ നിന്ന് മദ്യപിക്കാനായിട്ട്? എങ്ങനെ മദ്യപിക്കാൻ തോന്നും? അതുപോലത്തെ ഒരു മയക്കോടിയല്ലായിരുന്നു ബാലേട്ടൻ ഇന്നലെ എൻ്റെ മനസ്സിലേക്ക് തന്നത്. ബാലേട്ടനാണ് ഇന്നലെ മദ്യപിച്ച് ലക്കിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. ഞാനെങ്ങനെ ഉറങ്ങി? പക്ഷെ എൻ്റെ ബാലേട്ട, എനിക്ക് ഉറങ്ങാൻ പോയിട്ട് ഒന്നിനും പറ്റുണ്ടായിരുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഡേ ഗോവർദ്ധന, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, കേൾക്കുന്ന കാര്യം കേട്ടിട്ട് പിന്നെ അത് നിന്റെ ഉറക്കം കെടുത്തുന്ന ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്നാലും ബാലേട്ടനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ബാലേട്ടനെ ഇതെങ്ങനെ സഹിക്കുന്നു? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അല്ല, ബാലേട്ടൻ എങ്ങനെ അറിഞ്ഞേ? അലീന വൈജേച്ചിയുടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ ബാലേട്ടൻ എങ്ങനെ അറിഞ്ഞേന്ന് ചോദിച്ചു. അത് അലീന വഴിയാന്ന് പറഞ്ഞു. അലീന വഴിയോ? അതെ, അവളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞ്. നിനക്കറിയാവോ, അവൾ ഹോസ്പിറ്റലിൽ കിടന്ന് ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അന്ന് രോഹിത് ഹരിയുമായിട്ടുള്ള ആ പ്രശ്നത്തിൽ. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞാ, അങ്ങനെ ഒരു ദിവസം ഞാൻ അവളെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവൾ ഫോൺ ചെയ്യുന്ന കേട്ടായിരുന്നു. രേവതിക്കുട്ടിയെ ഫോൺ ചെയ്യുന്ന കേട്ടത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ രേവതിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും, വേണ്ട, അത് ശരിയാകത്തില്ല, എൻ്റെ കൂടപ്പിറപ്പുകളല്ലേ എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവളെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. പക്ഷെ വീട്ടിൽ വന്നാലും അവളുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ സ്വന്തം കുടുംബത്തെ പോലെയാ. അവള് എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചത്. വൈജയന്തി ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ട് അവൾ വൈജയന്തിയോട് എതിർത്തൊന്നും പറഞ്ഞില്ല. എത്ര എന്ന് പറഞ്ഞാലും, എത്ര വലിയ വേലക്കാരി എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് വെറുതെ ഇവിടെ കിടക്കുവോ, കടിച്ചു കിടക്കുവോ, പിറ്റേ ദിവസം അവൾ പോവും. പക്ഷെ ഇവളങ്ങനെ ആയിരുന്നില്ല. അത് മാത്രമല്ല, രോഹിത്തിനോടും ബബിതയോടും കൃഷ്ണമോളോടും ഒക്കെ പെരുമാറിയത് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയാ. എന്നെ കണ്ടത് അച്ഛനായിട്ടാ, വൈജയ അമ്മയായിട്ടും, പിന്നെ അവളുടെ മുത്തശ്ശി, അതായത് സൗദാമിനിയമ്മയെ കണ്ടത് മുത്തശ്ശിയായിട്ടാണ് കണ്ട് പരിപാലിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു വേലക്കാരിയായിട്ടല്ല അവൾ ആ വീട്ടിൽ നിന്നുകൊണ്ടിരുന്നത്. അവളുടെ സ്വന്തം കുടുംബമായിട്ട് നിന്ന് ഓരോരുത്തരുടെയും വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി. അല്ല ബാലേട്ട, എന്നിട്ട് അവൾ പറഞ്ഞോ ഞാൻ വൈജേശ്വരി മോളാന്ന്? ഇല്ല, അവൾ എന്നിട്ടും പറഞ്ഞില്ല. അവളങ്ങനെ പറയില്ലല്ലോ. ഒടുവിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ഫോണിനകത്തൊരു പണി കൊടുത്തു. കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് മനൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫോൺ എടുത്ത് അവിടെ ഇടയ്ക്കിടയ്ക്ക് അലീനെ വിളിക്കും. അങ്ങനെ ആ ഫോണിനകത്ത് കോൾ റെക്കോർഡ് ഓണാക്കിയിട്ടു. അവൾക്ക് സ്മാർട്ട് ഫോണിനെ കുറിച്ച് അത്ര കാര്യമായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അവൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു? ചെന്നിട്ട് അതിനകത്തെ ആ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു.
അതിനുശേഷം ഞാൻ മുറിയിൽ വന്നിരുന്ന് കേൾക്കുമ്പോഴാണ് ആ റെക്കോർഡിങ് ഞാൻ കേട്ടത്. അവൾ രേവതിക്കുട്ടിയായിട്ട് സംസാരിക്കുന്നത്. രേവതിക്കുട്ടി അലീനോട് പറയണേ, ചേച്ചിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ, എന്തിനാ അവിടെ കഴിച്ചു തൂങ്ങി കിടക്കുന്നേ, അതുപോലത്തെ ഒരു സ്ത്രീയുടെ വീട്ടിൽ കഴിയേണ്ട കാര്യമുണ്ടോ? അത് കേട്ടതും അലീന പറയുന്നു, എന്നും അല്ലേലും എൻ്റെ അമ്മയല്ലേ. അമ്മയാണ് പോലും. ചേച്ചി അവിടെ നിന്ന് ഇറങ്ങണം, എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം. ഇനി ആ വീട്ടിൽ ഒരു നിമിഷം പോലും കഴിയണ്ട. ഇറങ്ങണ സമയത്ത് പറഞ്ഞിട്ട് പോരണം, നിങ്ങൾ 10-22 വർഷക്കാലം മുമ്പ് എന്നെ പ്രസവിച്ച് തള്ളിയിട്ട് പോന്നതാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഡയലോഗ് പറഞ്ഞിട്ട് വേണം പോരാനായിട്ട്. അത് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുമ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഗോവർദ്ധനം ചോദിച്ചു, എങ്ങനെയാ ബാലേട്ടൻ എങ്ങനെയാ അത് സഹിച്ചതെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിമിഷം ഞാൻ തരണം ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാം എനിക്ക് ഉടയ്ക്കാനുള്ള ഒരു കലിപ്പായിരുന്നുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. നേരെ ഗംഗേൻ്റെ അടുത്തേക്ക് പോയി. ഗംഗേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. വൈജയന്തി കല്യാണത്തിന് മുമ്പ്, ഞാനും വൈജയന്തി നമ്മളുടെ വിവാഹത്തിന് മുമ്പ് അവൾ പ്രസവിച്ചതാണോ എന്നൊരു ചോദ്യം മാത്രം. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷേങ്കിൽ ഗംഗേണ്ണ ആ ചോദ്യത്തിന് മുന്നിൽ പതറി. ഗംഗേണ്ണ ഉത്തരം നൽകേണ്ടതായിട്ട് വന്നു. അതേന്നുള്ള ഉത്തരം തരേണ്ടതായിട്ട് വന്നു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഗോവർദ്ധനം പറഞ്ഞു, എന്നിട്ട് എന്താവാനാ, എല്ലാത്തിനെയും കൊന്നു തള്ളിയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വരുന്ന സമയത്തും അതുപോലെ തന്നെ ഗംഗേണ്ണനെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അമ്മാതിരി ലെക്ക് കെട്ട രീതിയിലായിരുന്നു ഞാൻ. അങ്ങനെ മദ്യപിച്ച് ലെക്ക് കെട്ട് എല്ലാവരെയും കൊല്ലണമെന്നൊക്കെ ഓർത്ത് വന്ന് തോക്കൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. വൈജയന്തി വരുമ്പോൾ അവളെ തീർക്കണമെന്ന് കരുതി. പക്ഷേ അന്നാണ് എനിക്ക് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം അവൾ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടെന്ന് അലീന. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഒറ്റയടിക്ക് തീരേണ്ടതല്ല, ഇഞ്ചിഞ്ചായിട്ട് തീർക്കണം. അതിന് വേണ്ടിയിട്ട് ആയിരുന്നു പിന്നെ എൻ്റെ ശ്രമം. അങ്ങനെ അങ്ങ് തീർന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത. പിന്നെ നിനക്കറിയാലോ ഗോവർദ്ധന. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, എനിക്കറിയാം ബാലേട്ട, ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴത്തേന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ച വേദന എന്താന്ന് അതൊരു പക്ഷേങ്കിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അല്ല പിന്നെ അലീനയ്ക്ക് മനസ്സിലായില്ലേ ബാലേട്ടൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നൊക്കെ മനസ്സിലായി. അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ അവിടെ നിന്ന് പോകാനൊരു ശ്രമം നടത്തി. രേവതിക്കുട്ടി മാമച്ചനും ഗ്രേസമ്മയൊക്കെ വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരുങ്ങി. എന്നിട്ടോ ബാലേട്ടൻ എന്ത് ചെയ്തു? അവൾ വന്നിട്ട് എന്നോട് ആ വീട് വിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനപ്പോൾ അവളോടൊരു കാര്യം പറഞ്ഞോളൂ, നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് ഈ വീട് വിട്ട് ഞാനും ഇറങ്ങുമെന്ന്, ഞാനും പിന്നെ ഈ വീട്ടിലുണ്ടായിരിക്കില്ലെന്ന്. അവൾക്ക് പിന്നെ എൻ്റെ മുന്നിൽ വഴങ്ങേണ്ടതായിട്ട് വന്നു, ഞാൻ പറയുന്ന അനുസരിക്കേണ്ടതായിട്ട് വന്നു. അവൾ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾ അവിടെ നിന്നേന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം അവൾ പോവാനായിട്ട് വെമ്പുന്നുണ്ടെങ്കിൽ അത് വൈജയാണ് കാരണം. സ്വന്തം പെറ്റമ്മയാണ് അവൾ കാരണമാണ്. അലീന ആ വീട്ടിലുണ്ടെങ്കിൽ അവൾ അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവൾ ആ വീട് വിട്ടിറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമല്ലേ താനെന്ന് ഓർത്ത് നോക്കി. സ്വന്തം പെറ്റമ്മ തന്നെ മോളെ അടിച്ചിറക്കാനായിട്ട് ഒരുങ്ങുന്നു. പക്ഷെ ഇതൊക്കെ അറിയാഞ്ഞിട്ടും അവളൊന്നും മിണ്ടാതെ അവൾ ഇറങ്ങിപ്പോകാനായിട്ട് ഒരുങ്ങുന്നു. ഈ സമയത്ത് ബാലേന്ദ്രൻ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ആ സമയം ഗോവർദ്ധനം പറഞ്ഞു, ബാലേട്ടൻ സങ്കടപ്പെടല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലേട്ടൻ്റെ ടെൻഷൻ എന്താന്ന്. ബാലേട്ടൻ സമാധാനമായിട്ടിരിക്കുക, ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണോ ഗോവർദ്ധനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എത്രമാത്രം ടെൻഷനോട് കൂടിയിട്ടാണ് ബാലേന്ദ്രൻ ഇത്രയും നാളും കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഗോവർദ്ധനം പറഞ്ഞു, കാര്യം അറിയാതെ ഞാനും ബാലേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരാംഗ്ലോ ഇന്ത്യൻ സ്ത്രീയിൽ ബാലേട്ടനുണ്ടായതാണ് അലീന എന്നൊക്കെ അറിഞ്ഞിപ്പം എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ബാലേട്ടനോട് ആദ്യം. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ബാലേട്ടൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സോറി ബാലേട്ടാന്നൊക്കെ പറഞ്ഞു. സാരമില്ലടോ, വിഷമിക്കുമെന്ന് എനിക്കൊരു വിഷമവും ഇല്ല. ഇത്രയും വലിയ ചതി ചെയ്തിട്ടും എൻ്റെ മുന്നിൽ അവള് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള മട്ടിലുള്ള മട്ടും പെരുമാറ്റമൊക്കെ കണ്ടു കഴിയുമ്പം നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാകുന്നറിയാവോ. അലീന എന്താണെങ്കിലും പോയി കഴിഞ്ഞിട്ട് വേണം, എനിക്ക് ചില പരിപാടികളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കണേന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു. ബാലേന്ദ്രൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഗോവർദ്ധന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.